ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട് കേട്ടോ. ഞാൻ വലിയ ആളായിട്ടൊന്നല്ല, എന്നാലും ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തിരുന്നു, പുറത്താണ് ആള്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ജിമ്മിലെ വിശേഷങ്ങള്, വർക്കൗട്ടൊക്കെ എങ്ങനെ പോകണമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് മെസ്സേജ് ചെയ്തപ്പം അവള് പറഞ്ഞു ഞാൻ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തു, ഞാൻ ജിമ്മിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആള് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പോയതാ. അപ്പൊ എന്താണ് റീസൺ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവള് പറഞ്ഞത് ഒടുക്കത്തെ ബോഡി പെയിൻ ആണ്, മസിൽ പെയിൻ സഹിക്കാൻ പറ്റണില്ല, എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റണില്ല, ഒന്ന് ബാത്റൂമിൽ ഒന്ന് അമർന്നിരിക്കാൻ പറ്റണില്ല, കൈ പൊന്തിക്കാൻ പറ്റണില്ല, എന്റെ കുട്ടീനെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താക്കിയ വർക്കൗട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞു. ഞാൻ നീ എത്ര ദിവസം പോയി? ഞാനൊരു 3 ദിവസം പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോഡി പെയിൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിൽ പലരും ഇതുപോലെ തന്നെയുള്ള ആൾക്കാരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനൊരു ടിപ്പ് പറഞ്ഞു തരാന്ന് വിചാരിച്ചിട്ടാ. കാരണം പല ആൾക്കാരും വർക്കൗട്ട് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിമ്മിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്താല് നല്ല ബോഡി പെയിൻ ഉണ്ടാവും. ഇനി നിങ്ങൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ പെയിന് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതും കൊണ്ടാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതലായിട്ട് മസിൽ പെയിൻ വരുന്നതെന്നും ഈ മസിൽ പെയിൻ ഒക്കെ നിങ്ങൾക്ക് റിലീഫ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലൈഫ് ലോങ് നല്ല വർക്കൗട്ട് പ്ലാൻ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഒക്കെ വേണം, ഇല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് കുറച്ച് മസിൽ മാസ് ഒക്കെ വെപ്പിക്കണം എന്നുള്ള ആൾക്കാരാണ്. ഇത് ലേഡീസ് ആണെങ്കിലും ജെന്റ്സിനാണെങ്കിലും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് സെറ്റ് ആക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബോഡിക്ക് ഇതുവരെ യാതൊരു വിധത്തിലുള്ള മൂവ്മെന്റ്സും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളുടെ ബോഡിയിൽ കുറെ മൂവ്മെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളുണ്ട്. അപ്പം ചെറിയ പെയിൻ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് വർക്കൗട്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ കുറച്ച് ദൂരം കൂടുതൽ നടന്നിട്ട് വരികയാണെങ്കിലും അതേപോലെ നിങ്ങൾ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയി നോക്കും, നിങ്ങൾക്ക് കാലിനൊക്കെ പെയിൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. ഇത് ജിമ്മിൽ പോയത് കൊണ്ടോ നിങ്ങൾ കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. അതായത് നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തണം, അതായത് ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ ബോഡിക്ക് കിട്ടിത്തുടങ്ങണം. നിങ്ങളുടെ ബോഡി അതായിട്ട് അങ്ങ് സ്യൂട്ട് ആവണം ഇങ്ങനത്തെ ഒരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ എന്ത് ചെയ്യണം? നിങ്ങൾ ഓവർ ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് നിങ്ങൾ നിങ്ങളുടെ വാക്കിങ്ങിന്റെ ഫ്രീക്വൻസി കൂട്ടിയിട്ട് വരണം. ആദ്യം നിങ്ങൾ ട്രെഡ്മില്ലിൽ കയറുക, എന്നിട്ട് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഒരു 20 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ജസ്റ്റ് വാക്ക് ചെയ്യുക. ഓവർ സ്പീഡ് ഒന്നും വേണ്ട, ജസ്റ്റ് വാക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സ്ലോലി നിങ്ങൾ ഫ്ലോറിൽ നിന്നിട്ട് സ്ലോലി ഉള്ള വാക്കിങ് ചെയ്യാം. ഇതിന് ശേഷം നിങ്ങൾ വാമപ്പ് ചെയ്യാം. പിന്നെ ഡൈനാമിക് സ്ട്രെച്ച് ചെയ്യൽ നിർബന്ധമാണ്. അതായത് നിങ്ങളുടെ ഹെഡ് തൊട്ട് കാലിന്റെ ആംഗിൾ വരെയുള്ള പോർഷൻസിലേക്ക് നിങ്ങൾ റൊട്ടേഷൻസ് കൊടുക്കണം. ഈ റൊട്ടേഷൻസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ വാമപ്പ് വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ചെറിയ വർക്കൗട്ടുകളായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 3 ഡേയ്സ് ഫോളോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ബോഡിക്കുള്ള മൂവ്മെന്റ്സ് ഒക്കെ കിട്ടിത്തുടങ്ങും. നിങ്ങളുടെ മസിൽസ്, അതായത് സ്റ്റിഫായി നിൽക്കുന്ന നിങ്ങളുടെ മസിൽസിന് ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടിത്തുടങ്ങും. ഇതൊരു 3 ഡേയ്സ് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ ആഫ്റ്റർ വർക്കൗട്ട് നിങ്ങൾ ഇങ്ങനെ ഡൈനാമിക് സ്ട്രെച്ച് ഒക്കെ ചെയ്ത്, അതായത് റൊട്ടേഷൻസ് ഒക്കെ ചെയ്ത്, ചെറിയ വാമപ്പ് വർക്കൗട്ട് ചെയ്ത്, ചെറിയ രീതിയിലുള്ള സ്റ്റാൻഡിങ് വർക്കൗട്ട് ഒക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ സ്ട്രെച്ചസ് ചെയ്യുക. അതായത് ഒരു ഫുൾ ബോഡി സ്ട്രെച്ച് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഒരു ഫുൾ ബോഡി സ്ട്രെച്ച് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മസിൽ പെയിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായാലും പെയിൻ ഉണ്ടാവും. ഇനിയിപ്പോ ഇത് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെയുള്ള മസിൽ പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മസിൽ പെയിന് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മസിൽ റിലാക്സേഷൻ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ വർക്കൗട്ട് ഫസ്റ്റത്തെ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വർക്കൗട്ടിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കണം. നിങ്ങളിപ്പോ ഒരു 1 അവർ അല്ലെങ്കിൽ 1.5 അവർ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും പോവുക, ഇത്ര ടൈം ഞാൻ വർക്കൗട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു 1.5 അവർ ഒന്നും ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്. മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇതൊരു 5 ഡേയ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെയാണ് നിങ്ങൾ ഇതിന്റെ
പതുക്കെ ഇതിന്റെ ഫ്രീക്വൻസി ഒക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതായത് ഈ 5 days നിങ്ങൾ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിലേക്ക് ഒന്നും പോകരുത്. നിങ്ങളുടെ ബോഡിയിലേക്ക് വർക്കൗട്ട് ചെറിയ ലോ ഇന്റൻസിറ്റി ആയിട്ട് തന്നെ കൊടുത്ത് നിങ്ങളുടെ ബോഡീനെ ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഹൈ ഇന്റൻസിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ ജിമ്മിലൊക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത്. നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത ആൾക്കാരെ നോക്കും. അപ്പൊ അവർ നോക്കുമ്പോ അവർ 5 കിലോന് എടുത്ത് അടിക്കുന്നുണ്ട്, 10 കിലോന് എടുത്ത് അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ 5 കിലോനും 10 കിലോനൊക്കെ അടിച്ചാലല്ലേ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ബോഡിയിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ഓടിച്ചെന്ന് ഹെവി വെയിറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഡേ തന്നെ കളി തുടങ്ങും. ഇത് നിങ്ങൾ ചെയ്യരുത്. അവരും നിങ്ങളെ പോലെ തന്നെ ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെറിയ വെയിറ്റിൽ, അതായത് ഡംബൽ വർക്കൗട്ട് ആണെങ്കിലും നിങ്ങൾ ലെഗിന് ചെയ്യുന്ന വർക്കൗട്ട് ആണെങ്കിലും ചെറിയ വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത് പിന്നെ നിങ്ങൾ ഒരു 1 month ഒക്കെ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്താക്കാവുള്ളൂ, ഹെവി വെയിറ്റിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾ സ്ട്രെച്ച് കാര്യങ്ങളൊക്കെ വർക്കൗട്ടിന്റെ ലാസ്റ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളെ ബോഡിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് മസിൽസിന്റെ പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 20 minutes കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുക. തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താക്കുക, പോയിട്ട് കുറച്ച് ജിഞ്ചർ ടീ എടുക്കുക. അതായത് ഈ ജിഞ്ചറിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു 5 days ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ബ്ലഡ് സർക്കുലേഷനിലൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും മസിൽസിന്റെ പെയിന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഒരു ജിഞ്ചർ ടീ എടുക്കുന്നത് നല്ലതാണ്. ഇനി ടീ താല്പര്യമില്ല, കോഫി കുടിക്കാനാണ് താല്പര്യമുള്ള വെച്ചാല് നിങ്ങൾ പോയിട്ട് ഒരു ഗ്ലാസ് കോഫി കുടിച്ചോളൂ. അതും ബെറ്റർ ആണ്. കാരണം ഫസ്റ്റത്തെ ഒരു 2-3 days എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും വർക്കൗട്ടിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട്. അപ്പം നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കോഫി കുടിക്കുന്നത് കൊണ്ട് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് ടീയും കോഫിയും ഒക്കെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ടോൺഡ് മിൽക്കിൽ 1 tablespoon മഞ്ഞൾപ്പൊടിയും 1 tablespoon തേനും ചേർത്തിട്ട് അത് കുടിക്കുക. ഇതും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യാനും മസിൽസിന് ഉണ്ടാകുന്ന പെയിന് റിലീഫ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും. ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 3 ജ്യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ചെറി ജ്യൂസ് ആണ്. പിന്നെ വരുന്നത് ബ്ലൂബെറിയുടെ സ്മൂത്തീസ് ആണ്. ഇത് 2 ബെസ്റ്റ് സാധനങ്ങളാണ് നിങ്ങൾക്ക് മസിൽസിന്റെ പെയിൻ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചോളൂ. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽസിന്റെ പെയിനൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. ഇനി നിങ്ങൾക്ക് ഈ ഡംബൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലോർ വർക്കൗട്ട് തന്നെ കുറച്ച് കൈയൊക്കെ പൊന്തിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്വെല്ലിങ് പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ ലെഗിൽ ടൈസിലാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ സ്വെല്ലിങ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾ കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. കാലിലാണ് നീരെന്നുള്ള വെച്ചാല്. എന്നിട്ട് ഐസ് പാക്ക് ചെയ്യുക. ഒരു 10 minutes നിങ്ങൾ ഐസ് പാക്ക് ചെയ്യുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഭാഗത്ത് ചെറിയ ചൂട് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് പെയിൻ റിലീഫ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കടുകെണ്ണ അതിട്ടിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫുൾ ബോഡി ഒന്ന് ചെറിയ മസാജ് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനെ നിങ്ങൾ ഐസ് പാക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഫ്ലമേഷൻ കുറഞ്ഞു കിട്ടും. നിങ്ങൾ ഐസ് പാക്കിംഗ് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതേ സ്പോട്ടിൽ തന്നെ ചെറിയ ഇളം ചൂട് പിടിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്ത ശേഷമുള്ള നിങ്ങളുടെ ഈ ബോഡി പെയിൻ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. പിന്നെയുള്ള ഡേയ്സിൽ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് വർക്കൗട്ട് യാതൊരു പേടിയില്ലാണ്ട് ചെയ്യാനും പറ്റും. നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പം ഇനി മസിൽ പെയിനാന്നും പറഞ്ഞിട്ട് ജിമ്മിൽ പോയുള്ളവര് കിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ തൊട്ട് ജിമ്മിൽ പോവുക. ഹോം വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നാളെ തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്തോളാം. ഇനി മസിൽ പെയിനാന്നും പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വർക്കൗട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് പോവാണ്. വീണ്ടും ഞാൻ വരും ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണാം. ബൈ ബൈ.